മകരക്കൂറിൽ ജനിച്ചവർ വണ്ണം കുറഞ്ഞ് അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗത്തോടു കൂടിയവനായും അരയ്ക്ക് താപ്പോട്ട് വണ്ണം കുറവായിരിക്കും. എല്ലാ കാര്യവും അറിയുന്നവനായും ബലവാനായും മനസ്സിളകിയവനായും നീചസ്ത്രീയെ പ്രാപിക്കുന്നവനായും വൃദ്ധസ്ത്രീകളിൽ അതിമോഹമുള്ളവനായും സഞ്ചാരശീലനായും ഭാഗ്യവാനായും ധർമ്മ അധർമ്മങ്ങളെ അറിയുന്നവനായും തിരിച്ചറിയാൻ കഴിവുള്ളവനായും ഭവിക്കുന്നു. മകരക്കൂറിൽ ജനിച്ചവർ ശാസ്താപ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. എള്ളുപായസം, നീരാഞ്ജനം, നീലശംഖുപുഷ്പമാല എന്നിവ നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്തുന്നതും ഏറ്റവും ശ്രേയസ്കരമാണ്. നീലപ്പട്ട് സമർപ്പിക്കുക എന്നിവയെല്ലാം ഉത്തമമായ കാര്യമാണ്. ശാസ്താവിൻ്റെ പ്രീതി ശബരിമല പോകാനും ശബരിമലയിൽ മാസത്തിൽ ഒരു വട്ടമെങ്കിലും, ഇപ്പോൾ മാസപൂജയ്ക്ക് തുറക്കുമല്ല, മാസത്തിൽ ഒരു വട്ടം പോകുന്നതുമൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ആഴിയിലിടാൻ നെയ്ത്തേങ്ങ കൊടുക്കുന്നതും ഒക്കെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ശനി പ്രീതികരങ്ങളായിട്ടുള്ള ശാസ്താ പ്രീതികരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ എള്ള് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതും പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നതും നീരാഞ്ജനം കത്തിക്കുന്നതും ശനിപരമായിട്ടുള്ള പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.